കള്ളനോട്ടും കഞ്ചാവും മാരകായുധങ്ങളുമായി ക്രിമിനൽ സംഘം പിടിയിൽ. ആലത്തൂർ പോലീസാണ് 7-അംഗ ക്രിമിനൽ സംഘത്തെ പിടികൂടിയത്. ആലത്തൂർ മേഖലയിൽ കള്ളനോട്ട് സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന ആലത്തൂർ ഡിവൈഎസ്പി കെ.എം. ദേവസിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് IPSന്റെ നിർദ്ദേശപ്രകാരം ആലത്തൂർ സബ് ഇൻസ്പെക്ടർ M.R. അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് 7-അംഗ സംഘം പിടിയിലായത്. കാവശ്ശേരി വാവുള്യാപുരം പുത്തൻപീടികയിൽ സൈനബിയുടെ മകൻ 21-കാരൻ ഷാരൂഖ് ഖാൻ, സലീമിന്റെ മകൻ 22-കാരൻ ആഷിഖ്, അത്തിപ്പൊറ്റ വടക്കേമുറി വീട്ടിൽ കൃഷ്ണൻകുട്ടിയുടെ മകൻ 20-കാരൻ വിജേഷ്, പാടൂർ വടക്കേത്തറ പടിഞ്ഞാറേ വീട്ടിൽ വേലുക്കുട്ടിയുടെ മകൻ 22 വയസ്സുള്ള സിജിത്ത്, വാവുള്യാപുരം തോണിപ്പാടം അലിയുടെ മകൻ 18-കാരൻ അജുസ്രുദ്ദീൻ, കാവശ്ശേരി തെന്നിലാപുരം തെക്കേപ്പാടം കണ്ണന്റെ മകൻ 21-കാരൻ ഹരിദാസ്, എളനാട് കരേക്കാട് പ്രേംകുമാറിന്റെ മകൻ 18-കാരൻ പ്രജിത്ത് എന്നിവരാണ് 500 രൂപയുടെ 13 കള്ളനോട്ടുകളും 1/2 കിലോയോളം വരുന്ന കഞ്ചാവും മാരകായുധങ്ങളായ എയർ പിസ്റ്റൽ, വടിവാൾ, കത്തികൾ എന്നിവ സഹിതം ആലത്തൂർ പോലീസിന്റെ പിടിയിലായത്. പ്രതികൾക്കെതിരെ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആലത്തൂർ മേഖലയിൽ നാമ്പെടുത്ത കള്ളനോട്ട്, കഞ്ചാവ് കൊട്ടേഷൻ സംഘമാണ് പോലീസിന്റെ ശക്തമായ നീക്കത്തിലൂടെ അമർച്ച ചെയ്യാൻ സാധിച്ചത്. പ്രതികളെ കോവിഡ് പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. പ്രതികളിൽ നിന്നും എറണാകുളം, തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കള്ളനോട്ട് സംഘങ്ങളിൽ നിന്നാണ് കള്ളനോട്ട് ലഭിച്ചതെന്നും കുറച്ചുനാളുകളായി ആലത്തൂർ, വടക്കഞ്ചേരി, തൃശൂർ ഭാഗങ്ങളിൽ പെട്രോൾ പമ്പ്, മദ്യശാലകൾ, മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ കള്ളനോട്ട് ചിലവഴിച്ചിട്ടുണ്ടെന്നും വിവരം ലഭിച്ചു. കള്ളനോട്ടിന്റെ ഉറവിടത്തെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണം ഊർജിതമാക്കുമെന്നും പോലീസ് അറിയിച്ചു. തിരഞ്ഞെടുപ്പ് കാലത്ത് കള്ളപ്പണത്തിനും ലഹരിക്കുമെതിരെ കർശന പരിശോധനകൾ തുടരുമെന്ന് ഡിവൈഎസ്പി കെ.എം. ദേവസി അറിയിച്ചു. അഡീഷണൽ SI-മാരായ C. ഗിരീഷ് കുമാർ, സാം ജോർജ്, ASI ബാബു പോൾ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ N. പ്രദീപ്, K. സുഭാഷ്, സ്ക്വാഡംഗങ്ങളായ റഹീം മുത്തു, R. K. കൃഷ്ണദാസ്, U. സൂരജ് ബാബു, B. ഷിബു, K. ദിലീപ്, ഷിജു എന്നിവരാണ് കേസിന്റെ അന്വേഷണ സംഘത്തിലുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.